മമ്മൂട്ടിക്ക് നാലാമതും ദേശീയ അവാർഡ്. 72ാമത് ദേശീയ ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. സംവിധായകൻ ജയരാജ്, നമ്മുടെ മലയാളിയായ സംവിധായകൻ ജയരാജാണ് ജൂറി അധ്യക്ഷൻ. അദ്ദേഹം അംഗമായിട്ടുള്ള ജൂറിയാണ് അവാർഡ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇവിടെ എടുത്തു പറയത്തക്ക ഒരു കാര്യം, ഇതുവരെ ഏറ്റവും കൂടുതൽ ദേശീയ അവാർഡ് നേടിയ നടൻ അമിതാഭ് ബച്ചനായിരുന്നു. 4 പ്രാവശ്യമാണ് അമിതാഭ് ബച്ചന് ദേശീയ അവാർഡ് ലഭിച്ചത്. അമിതാഭ് ബച്ചന്റെ ഗണത്തിലേക്ക് ഇപ്പോൾ മമ്മൂട്ടിയും വന്നിരിക്കുകയാണ്. മമ്മൂട്ടിക്കാണ് ഇത്തവണത്തെ മികച്ച നടനുള്ള ദേശീയ അവാർഡ്. അദ്ദേഹം ഒരു നടനുമായിട്ട് അവാർഡ് പങ്കിട്ടിട്ടുണ്ട്. കാർത്തിക് ആര്യൻ, ഹിന്ദി ചലച്ചിത്രമായ ചന്ദ്ര ചാമ്പ്യൻ എന്ന ചിത്രത്തിനാണ് കാർത്തിക് ആര്യൻ മമ്മൂട്ടിക്കൊപ്പം അവാർഡ് പങ്കിട്ടിരിക്കുന്നത്. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത ചിത്രം ഭ്രമയുഗമാണ്. ഭ്രമയുഗത്തിലെ അഭിനയത്തിനാണ് ഏറ്റവും മികച്ച നടനായി മമ്മൂട്ടിക്ക് അവാർഡ് ലഭിക്കുന്നത്. മമ്മൂട്ടിക്ക് 4ാമത് ദേശീയ അവാർഡ് ലഭിച്ചതോടുകൂടി അമിതാഭ് ബച്ചന് തുല്യമായിരിക്കുകയാണ്. അമിതാഭ് ബച്ചനും മമ്മൂട്ടിയുമാണ് ദേശീയ അവാർഡ് 4 തവണ കരസ്ഥമാക്കുന്ന നടന്മാർ. മമ്മൂട്ടിക്ക് മുൻപ് ഏതെല്ലാം സിനിമകളിലാണ് ദേശീയ അവാർഡുകൾ ലഭിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. 1989 റിലീസായ മതിലുകൾ എന്ന ചിത്രത്തിനും ഒപ്പം അതേ വർഷം റിലീസായ വടക്കൻ വീരഗാഥ എന്ന ചിത്രത്തിനുമാണ് അന്ന് ആദ്യമായി മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത്. പിന്നീട് 1993 വിധേയൻ എന്ന ചിത്രത്തിനും അതേപോലെ പൊന്തൻമാട എന്ന ചിത്രത്തിനും, ഈ 2 സിനിമയിലെ അഭിനയത്തിനാണ് 93 മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് 2ാമതായി ലഭിക്കുന്നത്. 3ാമത് മമ്മൂട്ടിക്ക് ദേശീയ അവാർഡ് ലഭിക്കുന്നത് 1998 റിലീസായ ബാബാ സാഹേബ് അംബേദ്കർ എന്ന ചിത്രത്തിനാണ്. 4ാമതായിട്ടാണ് ഇപ്പോൾ ഭ്രമയുഗത്തിന് ലഭിച്ചത്. അപ്പോൾ അങ്ങനെ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ മമ്മൂട്ടിക്കും അമിതാഭ് ബച്ചനും 4 തവണ പുരസ്കാരങ്ങൾ ലഭിച്ചിരിക്കുന്നു. മികച്ച നടനുള്ള ദേശീയ പുരസ്കാരങ്ങളാണ് രണ്ടുപേരും തുല്യമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. മറ്റു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി, മികച്ച നടിയായി തിരഞ്ഞെടുത്തിരിക്കുന്നത് യാമി ഗൗതമാണ്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന സിനിമയിലാണ് മികച്ച നടിക്കുള്ള അവാർഡ് യാമി ഗൗതത്തിന് ലഭിച്ചിരിക്കുന്നത്. മികച്ച ഗായികയായി നമുക്ക് മലയാളത്തിൽ അഭിമാനിക്കാവുന്ന വൈക്കം വിജയലക്ഷ്മിയാണ് അങ്ങുവാനക്കോണിലെ എന്ന ഗാനത്തിനാണ് മികച്ച ഗായികയ്ക്കുള്ള അവാർഡ് വൈക്കം വിജയലക്ഷ്മി നേടിയിരിക്കുന്നത്. ARM എന്ന് പറയുന്ന ചിത്രത്തിലെ ഗാനമാണിത്. മികച്ച ഗായകനായി അഭയ് ജോധ്പൂർക്കർ ആണ് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മികച്ച ഛായാഗ്രഹണത്തിലുള്ള അവാർഡും മലയാളിക്ക് തന്നെയാണ്. നമുക്ക് അഭിമാനിക്കാവുന്ന ഷഹ്നാദ് ജലാൽ, അദ്ദേഹത്തിൻ്റെ മികച്ച ഛായാഗ്രഹണ മികവ് ഭ്രമയുഗം എന്ന ചിത്രത്തിനാണ്. ആ ചിത്രത്തിന് വേണ്ടി ക്യാമറ ചലിപ്പിച്ചതിനാണ് ഷഹ്നാദ് ജലാലിന് മികച്ച ഫിലിമോട്ടോഗ്രാഫിക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. തിരക്കഥ വെങ്കി അഡ്ലൂരി, ലക്കി ഭാസ്കർ എന്ന ചിത്രത്തിന് തിരക്കഥ ലഭിച്ച വെങ്കി അഡ്ലൂരിയാണ് മികച്ച തിരക്കഥാകൃത്ത്. തിരക്കഥയിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട്. അതിലെ മികച്ച ഒറിജിനൽ തിരക്കഥ എന്ന് പറയുന്നത് B. സുകുമാർ, പുഷ്പ 2 എന്ന ചിത്രത്തിനാണ്. മികച്ച തിരക്കഥ രചന എന്ന വിഭാഗത്തിൽ യോഗേഷ് ദേശ്പാണ്ഡെയാണ് അവാർഡ് കരസ്ഥമാക്കിയിരിക്കുന്നത്. ഇനി മികച്ച മലയാള ചിത്രം ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്ന ചിത്രമാണ്. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഈ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് നേരത്തെ തന്നെ നിരവധി സംസ്ഥാന പുരസ്കാരങ്ങൾ, കൃത്യമായി പറഞ്ഞാൽ 3 സംസ്ഥാന അവാർഡുകൾ ലഭിച്ച സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ. അതുതന്നെയാണ് ഏറ്റവും മികച്ച മലയാള ചിത്രമായി ദേശീയ ജൂറി ഇപ്പോൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. സംഗീത സംവിധാനം ശാശ്വത് സച്ദേവാണ്. ആർട്ടിക്കിൾ 370 എന്ന് പറയുന്ന ആ ചിത്രത്തിലെ സംഗീത സംവിധാനമാണ് ശാശ്വത് സച്ദേവിന് പുരസ്കാരം നേടിക്കൊടുത്തിരിക്കുന്നത്. മികച്ച ഗാനരചന മനോജ് മുന്താഷിർ, വൈതാൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹത്തിന് മികച്ച ഗാനരചന. പശ്ചാത്തല സംഗീതം GV പ്രകാശ്, അമരൻ എന്ന തമിഴ് സിനിമയ്ക്കാണ് അദ്ദേഹത്തിന് മികച്ച പശ്ചാത്തല സംഗീതത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. എഡിറ്റർ K. കലൈവണ്ണൻ, അമരൻ എന്ന ചിത്രത്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന് സ്പെഷ്യൽ ജൂറി പുരസ്കാരം നമ്മുടെ മലയാളത്തിൽ തന്നെയാണ്. ഭദ്രകാളി നാടകം എന്ന് പറയുന്ന ആ ഒരു സിനിമയ്ക്കാണ് സ്പെഷ്യൽ ജൂറി രചനാ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. 2024 സെൻസർ ചെയ്ത ചിത്രങ്ങളാണ് അവാർഡിന് വന്നിട്ടുള്ളത്. ആ 2004 സെൻസർ ചെയ്ത ചിത്രങ്ങളുടെ ആ പുരസ്കാരമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മലയാളത്തിന് അഭിമാനിക്കാവുന്ന
വലിയ ഒരു ദേശീയ പുരസ്കാരം എന്ന് വേണമെങ്കിൽ പറയാം. മറ്റൊന്ന് ജൂറി ചെയർമാൻ എന്ന് പറയുന്നത് മലയാളിയാണ്, നമ്മുടെ സംവിധായകൻ ജയരാജ്. മമ്മൂട്ടിക്ക് അഭിമാനിക്കാം, ഒപ്പം തന്നെ മലയാളിക്കും അഭിമാനിക്കാം. അങ്ങനെ മലയാളിക്ക് നിരവധി പുരസ്കാരങ്ങളാണ് ഇപ്പോഴത്തെ ഈ 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിൽ ലഭിച്ചിട്ടുള്ളത്. വളരെ ശക്തമായിട്ടുള്ള കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു പ്രോസസ്സ് എന്ന് വേണം പറയാം. മലയാളത്തിന്റെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നു? പല സിനിമകളും ഉണ്ടായിരുന്നു. മലയാളം ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നത് മലയാളത്തിനാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്നത് തീർച്ചയായിട്ടും മലയാളം തന്നെയായിരുന്നു. മലയാളത്തിൻ്റെ അഭിമാന നടൻ മമ്മൂട്ടി, അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫർ ബ്രഹ്മയുഗത്തിൻ്റെ ഫോട്ടോഗ്രാഫറാണ്. അതുപോലെ വൈക്കം വിജയലക്ഷ്മിയുടെ പിന്നണിയിൽ, അതുപോലെ ഫെമിനിച്ചി ഫാത്തിമയാണ് മലയാളത്തിൻ്റെ ഏറ്റവും മികച്ച ചിത്രം. അങ്ങനെ മലയാളത്തിൻ്റെ എല്ലാ സിനിമകളും മറ്റു ഭാഷകളിലുള്ള തമിഴിലും കന്നഡത്തിലും തെലുങ്കിലും മറ്റു ഭാഷകളിലൊക്കെ ഉള്ള സിനിമകളെല്ലാം ഒന്നിനൊന്നിനും മെച്ചമാണ്. മമ്മൂക്ക കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. അപ്പം നേരിട്ട് കാണാം മമ്മൂക്ക, നേരിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു. മമ്മൂക്കയെ നേരിട്ട് തന്നെ വിളിച്ച് ആദ്യ സന്തോഷം അറിയിക്കാൻ കഴിഞ്ഞു. മമ്മൂക്കയ്ക്ക് ലഭിച്ച ദേശീയ അംഗീകാരം മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന വലിയൊരു അംഗീകാരമാണ് വീണ്ടും. അതോടൊപ്പം വൈക്കം വിജയലക്ഷ്മിക്ക്, അതുപോലെ തന്നെ ഫെമിനിച്ചി ഫാത്തിമയ്ക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബ്രഹ്മയുഗത്തിന്റെ എഡിറ്റർക്ക് ഷഹ്നാദ് ജലാൽ, അദ്ദേഹത്തിന് ഒക്കെ ലഭിച്ച ദേശീയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്ന വലിയ അംഗീകാരമായിട്ട് കാണുകയാണ്. മമ്മൂക്ക എല്ലാ പുരസ്കാരങ്ങൾക്കും മുകളിലാണ്. പക്ഷേ മമ്മൂക്കയ്ക്ക് വീണ്ടും അംഗീകാരങ്ങൾ കിട്ടുമ്പോൾ അദ്ദേഹം ബ്രഹ്മയുഗം പോലെയുള്ള സിനിമ ചെയ്യാൻ ഇപ്പോഴും തയ്യാറാകുന്ന ആദ്യമായി സിനിമയിൽ വരുന്ന ഒരു ചലച്ചിത്രത്തിൽ ആദ്യമായി അഭിനയിക്കാൻ വരുന്ന ഒരു നടന്റെ വാശിയിലും ആണ് അദ്ദേഹം ഓരോരോ പുതിയ വേഷങ്ങളും കിട്ടുമ്പോൾ ചെയ്യാൻ അദ്ദേഹം തയ്യാറെടുക്കുന്നത്. അതിനെല്ലാം ലഭിച്ച ഒരു വലിയ അംഗീകാരമായിട്ടാണ് ഇതിനെ കാണുന്നത്. തീർച്ചയായും ബ്രഹ്മയുഗത്തിനും ഫെമിനിച്ചി ഫാത്തിമ വളരെ മനോഹരമായ സിനിമയാണ്. അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി അനുഗ്രഹീത ഗായികയാണ്. ബ്രഹ്മയുഗത്തിന്റെ എഡിറ്റർ ഷഹ്നാദ് ജലാൽ, അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരം തീർച്ചയായും ദേശീയ പുരസ്കാരത്തിൽ മലയാളത്തിന് മികച്ച അംഗീകാരം ലഭിച്ചു എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. തീർച്ചയായുമാണ്. മഞ്ഞുമൽ ബോയ്സ്, കിഷ്കിന്ദ കാണ്ഡം ഒക്കെ പ്രതീക്ഷിച്ചിരുന്നതാണ്. AR റഹ്മാൻ പുരസ്കാരം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ശരിയാണ്, പ്രതീക്ഷിച്ച എല്ലാം കിട്ടിയില്ല. എങ്കിലും ലഭിച്ച അംഗീകാരങ്ങളിൽ നമുക്ക് വലിയ സന്തോഷം.